തിരുവനന്തപുരത്ത് ഇ.ഡി. സംഘത്തിന് നേരെ നടന്ന സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നിലപാട് കടുപ്പിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെത്തി മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനും രേഖകൾ പിടിച്ചെടുക്കാനുമെത്തിയ ഇ.ഡി. സംഘത്തിന്റെ കാറുകളാണ് അന്വേഷണ സംഘം മടങ്ങുന്ന സമയത്ത് സിപിഎം പ്രവർത്തകർ അടിച്ചു തകർത്തത്. ഇ.ഡി. ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അടിച്ചു തകർക്കപ്പെട്ട വാഹനങ്ങൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്കും വാഹനത്തിനും നേരെ നടന്ന ആക്രമണങ്ങൾ ആസൂത്രിതമായിരുന്നു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ സിപിഎം നേതാക്കൾ തടയാൻ ശ്രമിച്ചില്ലെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു സംരക്ഷണവും ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് കിട്ടിയില്ലെന്നുമാണ് ഐ.ബി. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചെങ്കിലും പിണറായി സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതാണ് ഇതിന് കാരണമായി കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നത്. ഈ റിപ്പോർട്ട് ഗൗരവമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോക്കിക്കാണുന്നത്. നിഷ്ക്രിയരായ ഉദ്യോഗസ്ഥർക്ക് എതിരെ കേന്ദ്രം തന്നെ നടപടി ആവശ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര ധനകാര്യമന്ത്രിയും ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ വിശദാംശം ആവശ്യപ്പെട്ടതായാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി കേരളത്തിൽ നടത്തുന്നത് ശരിയാവില്ലെന്ന നിലപാടിലാണ് ഇ.ഡി. ഡയറക്ടറേറ്റ് ഉറച്ചുനിൽക്കുന്നത്. ഉടൻ തന്നെ ഡൽഹി യൂണിറ്റിലേക്ക് കേസന്വേഷണം മാറ്റുമെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തുടർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനി നടക്കുക ഡൽഹി ഇ.ഡി. ഓഫീസിൽ വെച്ചായിരിക്കും. കേരളത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസ് ഡൽഹിയിലേക്ക് മാറ്റിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ പോലും അനുകൂല വിധിയുണ്ടാകാനുള്ള സാധ്യത വിദൂരമാണെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇഷ്ടികയും കട്ടകളും ഉപയോഗിച്ച് എറിഞ്ഞും കൈകൊണ്ട് ഇടിച്ചുമാണ് സിപിഎം പ്രവർത്തകർ ഇ.ഡിയുടെ 2 വാഹനങ്ങൾ തകർത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കൂക്കി വിളിക്കുകയും ചെയ്ത പ്രവർത്തകർ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറിയുകയും ചെയ്തു. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഇ.ഡി. സംഘം 10 മിനിറ്റിലധികമാണ് പ്രകോപിതരായ ഈ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്നത്. പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ സാധിച്ചിട്ടില്ലെന്നതും പകൽ പോലെ വ്യക്തമാണ്. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിലും വാഹനങ്ങൾ തകർക്കപ്പെട്ടതിലും ഇ.ഡി. തമ്പാനൂർ പോലീസിൽ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇ.ഡിയുടെ മിന്നൽ നീക്കത്തിന് നിർണായകമായത് ഹൈക്കോടതി ഉത്തരവ്. മാസപ്പടി കേസിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ നിന്ന് ലഭിച്ച അപ്രതീക്ഷിത പിടിവള്ളിയിൽ നിർണായകമായ നിയമകടമ്പ മറികടന്നതോടെ ഇ.ഡി. നടത്തിയത് തന്ത്രപരമായ നീക്കമാണ്. ഇന്നലെ രാവിലെ 10:20-നാണ് ഇ.ഡി. അന്വേഷണത്തിനെതിരായുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി ജസ്റ്റിസ് ടി.ആർ. രവി പുറപ്പെടുവിച്ചിരുന്നത്. തൊട്ടുപിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും ഈ ആവശ്യത്തെ ഇ.ഡി. ശക്തമായി എതിർക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണമെങ്കിൽ തന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വെള്ളിയാഴ്ച മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അവസരം ഇ.ഡി. വിനിയോഗിക്കുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ ഇ.ഡി. റെയ്ഡ് നടത്തുന്ന കാര്യം നിയമവൃത്തങ്ങളിൽ പോലും പലരും അറിഞ്ഞത് ഏറെ വൈകിയാണ്. ഇന്നലെ വിധി എതിരായെങ്കിലും ഇന്ന് റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഹർജിക്കാരോട് അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്നത്. എന്നാൽ മിന്നൽ നീക്കം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലുണ്ടായിരുന്നു. ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിധി വന്നതിനുശേഷം 2024 ഏപ്രിലാണ് ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട് ഇ.സി.ഐ.ആർ. രജിസ്റ്റർ ചെയ്യുന്നത്. അന്നുമുതൽ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഈ ഹർജിയുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്, അതിന്റെ എം.ഡി. എസ്.എൻ. ശശിധരൻ കർത്ത, സീനിയർ മാനേജർ എൻ.സി. ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ.എസ്. സുരേഷ് കുമാർ എന്നിവരായിരുന്നു ഹർജിക്കാർ. ഇ.ഡി. നടത്തുന്ന അന്വേഷണവും സമൻസ് അയക്കുന്നതും സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി മുമ്പാകെ പലതവണ വിഷയമെത്തി. ഇതിനിടെ ഉദ്യോഗസ്ഥർ ഇ.ഡി. മുമ്പാകെ ഹാജരാവുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 24 മണിക്കൂറിലധികം തങ്ങളെ ചോദ്യം ചെയ്തെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയും ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കലും ഇതിനിടെയുണ്ടായി. ശശിധരൻ കർത്തയെ ഇ.ഡി. വീട്ടിലെത്തിയും ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാനായി മാറ്റിയത്. ഇ.ഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വിധിയിലുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സെക്ഷൻ 50 പ്രകാരം ഇ.ഡി. നൽകിയ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. എന്നാൽ സമൻസ് ഘട്ടത്തിൽ കേവലം സത്യം ബോധിപ്പിക്കാനോ രേഖകൾ ഹാജരാക്കാനോ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നതിനാൽ ഈ ഘട്ടത്തിൽ ഹർജിക്കാർക്ക് യാതൊരുവിധ അവകാശലംഘനവും ഉണ്ടാകുന്നില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. ഷെഡ്യൂൾഡ് കൃത്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള നടപടികൾക്ക് ഇ.ഡിക്ക് അധികാരമില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ മറ്റൊരു വാദം. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങൾക്കും വസ്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടുന്നതുപോലുള്ള സിവിൽ നടപടികൾ ആരംഭിക്കാനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നത് ഒരു മുൻവ്യവസ്ഥയല്ല എന്നും സുപ്രീംകോടതി വിധി മുൻനിർത്തി ഹൈക്കോടതി ചൂണ്ടിക്കാണി.
ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് ഹർജിക്കാർക്ക് ലഭിച്ച പ്രോസിക്യൂഷൻ ഇളവ് ആദായനികുതി നിയമപ്രകാരമുള്ള നടപടികൾക്ക് മാത്രമുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള നടപടികളിൽ നിന്നും ഈ ഇളവ് വഴി ഹർജിക്കാർക്ക് പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി പറയുന്നു. SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മറ്റൊരു നിരീക്ഷണം. SFIO കമ്പനികാര്യ മന്ത്രാലയത്തിന് അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷമേ ഇഡിക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ എന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് SFIO ഹർജിക്കാർക്കെതിരെ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഷെഡ്യൂൾഡ് കൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഹർജിക്കാർക്കെതിരെ ഷെഡ്യൂൾഡ് കൃത്യമില്ലെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്ന് കോടതി വിലയിരുത്തി. ചുരുക്കത്തിൽ കേവലം അന്വേഷണത്തിന്റെ ഭാഗമായി സമൻസ് അയച്ചതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. ഇതോടെയാണ് മിന്നൽ വേഗത്തിൽ ഇഡി പ്രവർത്തിച്ചത്. കേരളത്തിലെ വിവിധയിടങ്ങൾക്ക് പുറമെ ബംഗളൂരുവിലും ഒരേ സമയം നടത്തിയ റെയ്ഡാണ് മുൻ മുഖ്യമന്ത്രിയുടെ വീടിനു മുന്നിൽ ഇഡി ഉദ്യോഗസ്ഥർ തന്നെ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളിപ്പോൾ എത്തിച്ചിരിക്കുന്നത്.